പ്രൈസ് ദി ലോർഡ്. മീഖാ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിൽ, ഞാനോ യഹോവെങ്കിലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. എന്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കും. അതേ, പരാജയപ്പെട്ടവന്റെയോ ആശ നഷ്ടപ്പെട്ടവന്റെയോ വാക്കുകളല്ല ഇത്, പ്രത്യാശയുടെ വാക്കുകളാണ്. വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. അതേ പ്രിയരെ, പല സന്ദർഭങ്ങളിലും പല പ്രതിസന്ധികൾ കടന്നു വന്ന് തകർന്നുവെന്ന് പോയ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ഇന്നത്തെ അവൻ പകൽക്കാലം ഈ പ്രഭാതത്തിൽ വിളിച്ചു പറയുവാൻ കഴിയുമോ? ഞാൻ വീണു എങ്കിലും പരാജയപ്പെട്ടു എന്ന് തോന്നുന്ന ഇടത്തു നിന്നും എന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അതെ, പലരും തകർച്ച കാണുവാൻ, പലരും നാശം കാണുവാൻ കൊതിച്ചു നിൽക്കുമ്പോൾ അതിന്റെ മുമ്പിൽ സർവശക്തനായ കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ്. അതെ, ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കുമെന്ന്. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് പരാജയത്തിന്റെ അനുഭവങ്ങളിലൂടെ, അത് രോഗത്തിന്റെ അവസ്ഥകളിലൂടെ ഒക്കെ ആയിരിക്കുന്നത്, അവിടെ നിന്ന് പറയുവാൻ കഴിയുമോ? ഞാൻ വീണു എങ്കിലും വീണ്ടും എഴുന്നേൽക്കും. അതേ, പ്രത്യാശയോടെ ഈ പ്രഭാതത്തിൽ വിളിച്ചു പറ, എന്റെ സമസ്ത മേഖലകളിൽ ഞാൻ പരാജയപ്പെട്ടു എന്ന് തോന്നുന്ന ഇടത്ത്, തകർന്നു എന്ന് തോന്നുന്ന ഇടത്തു നിന്നും അതെ എന്നെ കൈപിടിച്ച് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. സങ്കീർത്തനക്കാരൻ അതുകൊണ്ടല്ലേ പറഞ്ഞത്, ഉയരത്തിൽ നിന്ന് അവൻ കരനീട്ടി എന്റെ പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അതെ, ആരവത്തോടെ കടന്നു വരുന്ന അനവധി പ്രതിസന്ധികൾക്കകത്ത് മുങ്ങി താഴ്ന്നു പോകുന്നു എന്ന അനുഭവങ്ങൾക്ക് നടുവിൽ എന്നെ കരം പിടിച്ചുയർത്തുന്ന, എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അതേ പ്രിയരെ, ചിലരോട് ദൈവാത്മാവ് ഇന്ന് ഈ പ്രഭാതത്തിൽ സംസാരിക്കുകയാണ്. രോഗക്കിടക്കയിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവം. നിന്റെ പ്രതിസന്ധികൾക്ക് നടുവിൽ, അതേ അപകടങ്ങളിൽപ്പെട്ട് പ്രയാസ അനുഭവങ്ങളിൽ, അതേ രോഗക്കിടക്കകളിൽ ഒക്കെ ആയിരിക്കുമ്പോൾ, അതേ അനുഭവത്തിലൂടെ ആ സാഹചര്യങ്ങളിലൂടെ ഒക്കെ നീ കടന്നു പോകുമ്പോൾ അവിടെ നിന്ന് നിന്നെ കൈപിടിച്ചുയർത്തുന്ന, ഒരു പടി കൂടി ഉയർത്തി മുൻപോട്ട് കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. ശുശ്രൂഷയിൽ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആകയാൽ ഈ വചനത്തിൽ ആശ്രയിക്കുക. ആമേൻ. ഈ ആ പ്രവചന ശബ്ദത്തോടുകൂടെ ഏറ്റുപറയുക. അതെ, യഹോവ എന്റെ പ്രാർത്ഥന കേൾക്കും. എന്റെ രക്ഷയുടെ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും. ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായി പ്രവർത്തിക്കും. അതെ, എന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.